ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഷാലിനീസ് ട്രഷർ ട്രോവ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വോയിസ് ഓവറായിട്ട് ഞാൻ വരുന്നത്. ഇടയ്ക്ക് മടി പിടിച്ച് പോയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ശാലിനി പുതിയൊരു വ്ളോഗായിട്ട് വരികയാണ്. വീണ്ടും ഒരു യൂട്യൂബിൽ ഒരു റീസ്റ്റാർട്ട് എന്ന് പറയാം. ഈ ഒരു ബെൽ ഷൈമിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമില്ലേ? ഇത് ആക്ച്വലി ഒരു 15 വർഷം പഴയ ബെല്ലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പണ്ട് ഞങ്ങൾ സൗത്ത് ആഫ്രിക്ക ഡർബനിലായിരുന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 2 മണിക്കൂർ ദൂരെ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു ആൻറ്റി, വയസ്സായ ആൻറ്റി അങ്കിളും അവരുടെ ഹോബിയായി ഉണ്ടാക്കുന്നതായിരുന്നു ഈ ഷൈംസ്. പല സൈസിലും മെറ്റൽ, ബാംബു, അങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷൈംസ് അവരുടെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പം മേടിച്ചതാണിത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ്, യൂട്യൂബ് ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ റിലേറ്റീവ്സ്, കുറേ പേർക്ക് അറിയാം ഞാൻ ബാംഗ്ലൂർ ഷിഫ്റ്റായിട്ട് 2 വർഷമായി. ഈ 2 വർഷത്തിനിടയിൽ ഞാൻ യൂട്യൂബായിട്ട് ഒരു കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുട്ടി കുട്ടി വ്ളോഗ് ഉണ്ടാക്കുന്നെങ്കിലും യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാ റീൽസാണ് ഞാൻ മിക്കതും എൻ്റെ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബാംഗ്ലൂർ ഷിഫ്റ്റായപ്പോൾ ഒരു കുട്ടി ബാൽക്കണി വ്ളോഗ് ചെയ്യാമെന്ന്. നമ്മുടെ രാവിലത്തെ സാറ്റർഡേ വീക്കെൻഡ് അല്ലേ, അപ്പോൾ ഒരു സ്ലോ മടി പിടിച്ച ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ചെറിയ ഒരു കുട്ടി വ്ളോഗാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. എല്ലാ വീക്കെൻഡും അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ ആഴ്ചയിൽ ഒരിക്കൽ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ബാൽക്കണി ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യുക, ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കുക. എൻ്റെ പഴയ ഡൽഹി വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടു കാണും, എനിക്ക് കുറേ ചെടികളുണ്ടായിരുന്നു. ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ബാംഗ്ലൂർ ഷിഫ്റ്റായി പിന്നെ സമയം കുറവും പിന്നെ ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് എൻ്റെ കുറേ ചെടികൾ ഉണങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചെടികളേ ഉള്ളൂ, അതിൽ കൂടുതലും സ്നേക്ക് പ്ലാന്റ്സ് ആണ്. പിന്നെ ഞങ്ങളുടെ ബാൽക്കണിയിൽ നല്ല വെയിൽ കാരണം ചെടികൾ അധികം നാൾ നിൽക്കുന്നില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോന്നു. ഇനി പുതിയ ചെടികൾ മേടിച്ച് ആഡ് ചെയ്യണം. ജസ്റ്റ് ഒരു ബാൽക്കണി ക്ലീനിങ്ങും പിന്നെ എന്താ പറയുക, ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നതും പിന്നെ ചെറിയൊരു ഡ്രോയിങ് സ്പേസിൻ്റെ ചെറുതായ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയ ഒരു മിനി വ്ളോഗാണ് ഇന്നത്തെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് പ്ലീസ് ലൈക്ക്, പിന്നെ കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ചെടികളിൽ നന്നായി ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എല്ലാം തിരിച്ച് സെറ്റിംഗ് ആണ്, അതേ പ്ലേസിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നത്തെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ചെറിയൊരു ഡ്രോയിങ് റൂമിനുള്ള സോഫയിലൊക്കെ ഞാൻ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ്, ഒരു കവർ സ്പ്രെഡ് എല്ലാത്തിലും വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. 3 പീസ് ഓഫ് സോഫയാണ് ഇവിടെ ഉള്ളത്, 3+2+2. അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ കവറൊക്കെ ഒന്ന് വാഷിങ്ങിനിടുക. പിന്നെ ജസ്റ്റ് ചെറിയൊരു സെറ്റിംഗ്. എൻ്റെ ഇവിടെ ഡ്രോയിങ് റൂമിലും ചെറിയ 3-4 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ 3 പ്ലാന്റ്സും ഞാൻ എൻ്റെ ഡ്രോയിങ് റൂമിൽ 3 കോർണേഴ്സിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഡ്രൈ ലീവ്സൊക്കെ ഒന്ന് പിക്ക് ചെയ്ത്, പിന്നെ ഡ്രൈഡ് ചില പാം ട്രീ ഉണ്ട്, പിന്നെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ പാം ട്രീയുടെ ചില ലീവ്സൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പിന്നെ സ്പ്രേ പൈപ്പ് വെച്ച് നല്ലൊരു ഷവർ ബാത്ത്. അപ്പോൾ അങ്ങനെ എല്ലാ പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടും, അവരും ഒരു ഫ്രഷ് ഫീൽ ചെയ്യും.
വെള്ളമൊക്കെ പോയ ശേഷം എല്ലാ പ്ലാന്റ്സും തിരികെ അവരുടേതായ സ്പേസിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാം ട്രീ ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഷൂറാക്കിൻ്റെ അടുത്തായിട്ടാണ്. ഫയർ ഏരിയയിൽ ഒരു ഷൂറാക്ക് ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഇത് സെറ്റ് ആക്കിക്കുന്നത്. വീണ്ടും ഒരു ഹൗസ് ടൂറായിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഒരു കോർണേഴ്സും ഒക്കെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗ് ആയതുകൊണ്ട് ഒരു ക്വിക്ക്, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പെട്ടെന്നൊരു മൂഡ് വന്നു രാവിലെ തന്നെ വീണ്ടും യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആവാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുത്ത ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ എൻ്റെ ബുദ്ധിയും നന്നായി ഷവറൊക്കെ എടുത്ത് നന്നായി കുളിച്ച് മണ്ണെല്ലാം കളഞ്ഞ് വീണ്ടും തിരിച്ച് സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ ചെടികളും തിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ശാലിനീസ് ട്രഷർ ട്രൂവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.